പരിണയം. ആരോഹി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അനന്യ പുറത്തു പോയിട്ട് വന്നു വേഷം മാറാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നൊരാൾ ഡോറും തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി വന്നത് കണ്ടതും അനന്യ അമർഷത്തോടെ വാതിൽക്കലേക്ക് നോക്കി. എന്നാൽ തൊട്ടു മുന്നിൽ ആരോഹിയെ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ഇഷ്ടക്കേട് വലിയ ദേഷ്യമായി മാറി. നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളി കയറി വന്നത്? അതുമാത്രമല്ല, ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ മര്യാദയൊക്കെ വേണ്ടേ? ഡോറിൽ നോക്ക് ചെയ്യണോന്ന് നിന്നോട് ഇനി പ്രത്യേകം പറയണോ? അനന്യ ചീറിക്കൊണ്ട് ചോദിച്ചു. ഹാ, അടങ്ങ് മോളെ അനന്യേ, നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതെ. ഡീ, മര്യാദക്ക് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. അനന്യ വിരൽ ചൂണ്ടിക്കൊണ്ട് ആരോഹിക്ക് അടുത്തേക്ക് ചെന്നു. ഈ ആരോഹി മനസ്സിൽ എന്തെങ്കിലും കരുതിയാണ് ഇങ്ങോട്ട് കയറി വന്നതെങ്കിൽ അത് നടത്തിയെടുത്തിട്ടേ തിരികെ പോകത്തുള്ളൂ. പറഞ്ഞുകൊണ്ട് ആരോഹി വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്തു. എന്താ നിന്റെ ഉദ്ദേശം? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഉദ്ദേശം സോ സിമ്പിൾ. നീ താഴെ വെച്ച് എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. എന്താത്? കഞ്ഞിക്ക് വകയില്ലാത്തവളെയൊന്നോ അങ്ങനെയെന്തോ പറഞ്ഞില്ലേ? ചോദിച്ചുകൊണ്ട് ആരോഹി രണ്ടടി മുന്നോട്ട് നടന്നതും അനന്യ അവളുടെ മട്ടും ഭാവവും കണ്ട് അറിയാതെയൊന്ന് പിന്നിലേക്ക് വേച്ചുപോയി. അതേടി, ഞാൻ കഞ്ഞിക്കും വകയില്ലാത്തവൾ തന്നെയാ. പിന്നെ നീ പറഞ്ഞായിരുന്നല്ലോ നിന്റെ ഏട്ടൻ എന്റെ മുടി കണ്ട് കെട്ടിയതാണെന്ന്. എന്നാൽ നീ ചെവി തുറന്നു വെച്ച് വ്യക്തമായി കേട്ടോ. നിന്റെ ഏട്ടനെ എന്റെ തലമുടി മാത്രം കണ്ടല്ല കിട്ടിയത്, എന്റെ പലതും കണ്ടിട്ടാ കിട്ടിയത്. നിനക്കറിയണോടി നിന്റെ ഏട്ടൻ എന്നെ എന്തൊക്കെ കണ്ടിട്ടാ കിട്ടിയെന്ന്? ആരോഹി ദേഷ്യത്തോടെ വീണ്ടും അനന്യയ്ക്ക് നേർക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഇന്നുവരെ ആരോഹ്യെ ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള അനന്യ പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ വന്നപ്പോ ഒരൽപ്പം ഭയന്നു പോയിരുന്നു. ദേ ആരോഹി, മര്യാദയ്ക്ക് മുറിയുന്നു പുറത്തു പോ. ഞാൻ മര്യാദയുടെ ഭാഷയിലാ പറയുന്നത്. ആഹാ, നിനക്ക് മര്യാദയുടെ ഭാഷയൊക്കെ വശമുണ്ടോ? എന്നിട്ട് ഇതുവരെ ഞാനത് കണ്ടില്ലല്ലോ. ആരോഹിയുടെ സ്വരത്തിൽ കളിയാക്കലാണ് മുഴച്ചു നിൽക്കുന്നത്. അനന്യ ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. എന്താ നിനക്ക് വേണ്ടത്? പ്രത്യേകിച്ചൊന്നും വേണ്ട. നീ കുറച്ചു മുമ്പ് താഴെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ എന്നെക്കുറിച്ച്. എനിക്കത് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് നീ എന്നോട് സോറി പറയണം. ഓ, അതായിരുന്നു നിന്റെ ഉദ്ദേശം. ദാ, അതാണ് തെക്ക്. റൂമിൽ ഒരു വശത്തേക്ക് കൈ ചൂണ്ടി അനന്യ പറഞ്ഞു. നീതാ അങ്ങോട്ട് നോക്കി ഇരുന്നോട്ടോ. ഓ, സോറി പറയിക്കാൻ വന്നിരിക്കുന്നൊരുത്തി. ഇറങ്ങി പോടി എന്റെ മുറിയിൽ നിന്ന്. എന്റെ കുടുംബത്തോട്ട് വലിഞ്ഞു കയറി വന്നതും പോരാ, അവൾക്ക് എന്നെ കൊണ്ട് തന്നെ സോറി പറയിക്കണോന്ന്. കൊള്ളാം, നല്ല അതിമോഹം. എടി മോളെ അനന്യേ, നിനക്ക് ഈ ആരോഗ്യം ശരിക്കും അറിയത്തില്ല. നീ വേണമെങ്കിൽ നിന്റെ അമ്മ ഊർമിളയോടൊന്ന് ചോദിച്ചു നോക്ക്. അവര് പറഞ്ഞു തരും. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് ആളറിയാതെ നീ അധികം കിടന്ന് നെകളിക്കരുതേ. അവസാനം നീ കരയും, കരയിക്കും ഈ ആരോഹി. എനിക്കതിന് യാതൊരു മടിയുമില്ല. പിന്നെ നീ ഇപ്പൊ തലയിൽ താങ്ങിക്കൊണ്ട് നടക്കുന്ന നിന്റെ ഏട്ടനുണ്ടല്ലോ, ഈ ഏട്ടനെ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും എതിരെ തിരിക്കാനും എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് നിൽക്കും. ഇല്ല, മറിച്ചാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ കാത്തിരുന്നോ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഒരു കാര്യം നിന്നോട് പറയാം. ഇപ്പൊ എന്നോട് താഴെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു സോറി പറഞ്ഞാല് ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരും. അതല്ലെന്നുണ്ടെങ്കിൽ കൂടും കുടുക്കും എടുത്ത് ഇവിടെ നിറങ്ങേണ്ടി വരും. അമ്മയും മക്കളും ബഹുമാനിച്ച് എന്നോട് സ്നേഹത്തോടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി ഈ വീട്ടിൽ സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയാം. പിന്നെ എന്തായാലും കെട്ടുപ്രായമൊക്കെ ആയി നിൽക്കുമല്ലേ. അതുകൊണ്ട് ഏട്ടൻ സമയമാകുമ്പോ നല്ലൊരുത്തിനെ കണ്ടുപിടിച്ചു തരും. അതിനു പകരം എന്റെ മെക്കിട്ട് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, എന്റെ കൈയിന്റെ ചൂടറിയ നീ. അനന്യയ്ക്ക് നേരെ കൈ ഓങ്ങിക്കൊണ്ട് ആരോഗ്യത് പറഞ്ഞതും പേടിയോടെ അനന്യ മുഖം ഒരു വശത്തേക്ക് തിരിച്ചു കളഞ്ഞിരുന്നു. അത് കണ്ടതും ആരോഗ്യയുടെ ചുണ്ടില് ഒരു വിജയ ചിരി മുഴങ്ങി. അപ്പൊ എങ്ങനെ? ദേ ആരോഹി, ഒന്നും രണ്ടും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി താഴേക്ക് കൊണ്ടുപോകാന്നുള്ള വിചാരം വലുതും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതാ നിനക്ക് നല്ലത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ താഴേക്ക് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകളോർത്ത് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. അഷ്ടിക്ക് വകയില്ലാത്ത ഓരോന്നിനെയും വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് മാനേഴ്സുമില്ല, മര്യാദയില്ല. ഛേ!
അനന്യ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചിരിച്ചു. ആരോഹിയുടെ ചുണ്ടിൽ ഇപ്പോഴും അതേ വിജയിച്ചിരി തന്നെയാണ്. അവൾ കയ്യിലിരുന്ന ഫോണിൽ എന്തൊക്കെയോ തിരിഞ്ഞു. ശേഷം ഫോൺ അനന്യയുടെ മുഖത്തിന് നേരെ നീട്ടിപ്പിടിച്ചു. ദാ, നീ ഇതൊന്ന് നോക്കിയേ. നിമിഷം നേരം കൊണ്ട് തന്നെ അനന്യയുടെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറി വെളുത്തു. ആരോഗ്യയുടെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിക്കാൻ അനന്യ ശ്രമിച്ചെങ്കിലും ആരോഗ്യ അത് പെട്ടെന്ന് പിന്നിലേക്ക് കളഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. എന്താ, നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അനന്യയെ ആപാത ചൂടം വീക്ഷിച്ചുകൊണ്ട് ആരോഹി ചോദിച്ചു. ആരോഹി, പ്ലീസ് അത് ഡിലീറ്റ് ചെയ്ത് കള. ഡിലീറ്റ് ചെയ്ത് കളയാനാണെങ്കിൽ ഈ ഇമേജ് എന്റെ ഫോണിൽ സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കെന്താ? അതുകൊണ്ട് മര്യാദയാണെങ്കിൽ മര്യാദ. താഴെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോടൊന്ന് സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. പ്ലീസ് ഏട്ടത്തി, പ്ലീസ്, സോറി. ആഹാ, എന്താ വിളിച്ചേ? ഏട്ടത്തിയോ? ഒന്നുകൂടി വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ആരോഹി ചെവി തുറന്നു പിടിച്ച് അനന്യക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അനന്യാണെങ്കിൽ ദേഷ്യം കൊണ്ട് അടിമുടി വിറയ്ക്കുകയാണെങ്കിൽ പോലും ആരോഗ്യ അവസരത്തിൽ പിണക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സിലെ ദേഷ്യം നിയന്ത്രിച്ച് മുഖത്ത് പരമാവധി സന്തോഷമൊക്കെ വരുത്തി ആരോഗ്യയോടുള്ള വാക്കുകളിൽ സ്നേഹം ചാലിച്ച് അവൾ മെല്ലെ പറഞ്ഞു. എടത്തി, സോറി, അറിയാതെ പറ്റിപ്പോയതാ. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അനന്യ. നിന്റെ ഈ സോറി ഇതൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് താഴെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ക്ഷമ പറയാമെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്നും മറക്കാം. നിനക്കെന്താ വേണ്ടത്? ഞാൻ നിന്നോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സോറി പറയണം, അതല്ലേ? അനന്യ പെട്ടെന്ന് ചോദിച്ചതും ആരോഗ്യ അവളെ കണ്ണു കൂർപ്പിച്ചതും നോക്കി. സോറി, സോറി ഏട്ടത്തി, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഏട്ടത്തിയോട് ക്ഷമ പറയാം, പോരെ? മതി, തൽക്കാലം മതി. പിന്നെ ഇനി ആരോഗ്യയെക്കുറിച്ച് എന്തെങ്കിലും ദുഷിപ്പ് നിന്റെ നാവിൽ നിന്ന് വീഴുമ്പോ ഇതൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാത്രമല്ല, ഇതേപ്പറ്റിയൊക്കെ ഏട്ടൻ അറിഞ്ഞാൽ എന്താവും ഉണ്ടാകുക? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പെട്ടെന്ന് ആ ഓർമ്മ മനസ്സിലേക്ക് വന്നതും അനന്യ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അതുകൂടി കണ്ടതോടെ ആരോഗ്യയുടെ വിജയം അതിന്റെ നെറുകയിലെത്തി. അപ്പൊ എങ്ങനാ, താഴേക്ക് പോവല്ലേ? പറഞ്ഞുകൊണ്ട് ആരോഹി ബാധി തുറന്ന് മുന്നേ ഇറങ്ങിയതും അനന്യ അവളെ എന്തൊക്കെയോ പ്രാഗിക്കൊണ്ട് പിന്നാലെ നടന്നു ചെന്നു. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പെട്ടെന്ന് ആരോഹി തിരിഞ്ഞു നിന്ന് ചോദിച്ചതും അനന്യ മുഖത്തൊരു ചിരി വരുത്തി. ഏയ്, ഇല്ലടുത്തി, ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എത്ര നല്ലൊരു ഏട്ടത്തിയ ദൈവമേ നീ എനിക്ക് നൽകിയതെന്ന്. അനന്യയുടെ മുഖത്ത് പുച്ഛമാണെങ്കിൽ പോലും വാക്കുകളിൽ തേൻ പുരട്ടി അവളത് പറഞ്ഞതും ആരോഗ്യ പുച്ഛത്തോടെ മുഖം കോട്ടി. തൽക്കാലം നീ ഈശ്വരനോട് നന്ദിയൊന്നും പറയണ്ട. താഴെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറഞ്ഞാൽ മതി. അതും പറഞ്ഞുകൊണ്ട് ആരോഹി ചിരിയോടെ തന്നെ താഴേക്കുള്ള പടികൾ ഇറങ്ങി. പിന്നാലെ കുനിഞ്ഞ മുഖത്തോടെ അനന്യയും. അതുവരെയും താഴെ നിന്നിരുന്ന എല്ലാവരുടെയും നോട്ടം അവരിരുവരിൽ മാത്രമായി തങ്ങി നിന്നു. ആരോഹി ധൃതിയിൽ പടികളിറങ്ങി വന്ന് അക്ഷയുടെ കയ്യിലേക്ക് കൈ കോർത്തു പിടിച്ചു. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അച്ചേട്ടാ, നമ്മുടെ അനന്യമോൾക്കേ എന്നോടെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പതാ ഞാൻ പറഞ്ഞ് തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവൾക്കിപ്പോ എന്നോട് മാപ്പ് പറയണമെന്നായി. അനന്യ ഞെട്ടലോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ അഭിനയം കണ്ട് പകച്ചു നിൽക്കുകയാണ് അനന്യ. അതോടെ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇവള് തന്നേക്കാളും അമ്മയെക്കാളും ഒക്കെ വലിയ പുള്ളിയാണെന്ന്. ഇവളെ അത്ര നിസ്സാരക്കാരിയായി കരുതരുതെന്ന്. അക്ഷയുടെ നോട്ടം അനന്യയുടെ നേരെ നീട്ടു. അനന്യ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആരോഗ്യം അവഹേളിക്കുന്നത് പോലെ നീ സംസാരിച്ചതൊട്ട് ശരിയായില്ല. നിന്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ മോശം പ്രവൃത്തിയാണത്. അപ്പോഴേക്കും അനന്യമെല്ലാം മുഖമുയർത്തി അക്ഷയെ നോക്കി മുഖത്ത് സങ്കടഭാവം വരുത്തി. കണ്ണുകൾ നിറച്ചു നിൽക്കുന്നവളെ കണ്ടപ്പോൾ അക്ഷയ ഒന്നടങ്ങി. ഏട്ടാ, സോറി ഏട്ടാ, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഒന്നും ഓർക്കാതെ അറിയാതെ പറഞ്ഞു പോയതാ. ഏടത്തി എന്നോട് ക്ഷമിക്കണം. ആരോഗ്യക്ക് അടുത്തേക്ക് വന്ന് അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അനന്യ അത് പറഞ്ഞത്. ആരോഗ്യം അറിയാതെ കണ്ണുമിഴിച്ചു നിന്നുപോയി. മറ്റൊന്നും കൊണ്ടല്ല, അനന്യയുടെ അഭിനയം.
അത്രമേൽ നാച്ചുറൽ ആയിരുന്നു. അതങ്ങനെ ആ തള്ളയുടെ മോളല്ലേ? ആരോഹി മനസ്സിലോർത്തു. ഇനിയിപ്പോ നീ എന്നോട് ക്ഷമയൊന്നും പറയാൻ നിൽക്കണ്ട അനന്യെ. നിനക്കൊരു തെറ്റ് പറ്റി. അത് ഞാൻ ക്ഷമിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നീ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാല് ബുദ്ധിയും വിവേകവുമുള്ള ഞാനല്ലേ ക്ഷമിക്കേണ്ടത്. നിന്റെ ഏട്ടത്തിയായി പോയില്ലേ? അനന്യയുടെ ചുമലിൽ വിരലുകൾ അമർത്തി. ആരോഹി അത് പറഞ്ഞതും അവൾ ആ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെടാത്തതുപോലെ അനന്യ തോള് വെട്ടിച്ചു. ആ, ഇനിയിപ്പോ പ്രശ്നം സോൾവ് ആയല്ലോ. അനന്യ എപ്പോഴും വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. വായിൽ നിന്നും ഒരു തവണ വീണുപോയാലേ പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പറയുന്നത് നിനക്കും കേൾക്കുന്ന ആരോഹിക്കും അതൊരുപോലെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുക. ആനന്ദൻ അത്ര മയമില്ലാത്ത സ്വരത്തിൽ അത് പറഞ്ഞതും അനിനെ തലകുടിക്കും. എങ്കിൽ പിന്നെ ഇനി എല്ലാരും മുറികളിലേക്ക് പോകാൻ നോക്കൂ. അക്ഷി, നിങ്ങളും പോയി ഫ്രഷായി വന്ന് ആഹാരം കഴിക്ക്. ഇത്രയും നേരം യാത്ര കഴിഞ്ഞൊക്കെ വന്നതല്ലേ? മാത്രമല്ല നിനക്ക് നാളെ ഓഫീസിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിലേ വേഗം വന്ന് ആഹാരം കഴിച്ചിട്ട് കിടക്കും. ശരി അച്ഛാ, പറഞ്ഞുകൊണ്ട് അക്ഷയ് മുന്നേ നടന്നപ്പോൾ അവന്റെ പിന്നാലെ ആരോഗ്യം തടഞ്ഞു. പടികൾ മുകളിലേക്ക് കയറുമ്പോൾ തിരികെ താഴെ നിൽക്കുന്ന അമ്മയും മകളെയും ഒന്ന് രൂക്ഷമായി നോക്കാൻ ആരോഗ്യം മറന്നില്ല. അല്ലി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സിന്റെ കവറുകളെല്ലാം സോഫയിൽ നിന്നെടുത്ത് മുറിയിലേക്ക് പോകാനുള്ള തിടുക്കത്തിലായതിനാൽ അവൾ ആരോഗ്യയുടെ നോട്ടം കണ്ടില്ല. പക്ഷെ അനന്യ ഊർമിളെ അത് വ്യക്തമായി കണ്ടു. അവരെ നോക്കി ഒരു പുച്ഛ ചിരിയോടെ തന്നെ ആരോഗ്യ മുകളിലേക്ക് പോയി. പിന്നാലെ തന്നെ കവറുകളുമായി അല്ലിയും പോയി. അമ്മേ, അവൾ എന്ത് സാധനമാണ്! വിളഞ്ഞ വിത്താണ് ആ പെണ്ണ്. അതൊക്കെ പോട്ടെ, അവൾ നിന്നെ എന്തു പറഞ്ഞ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇവിടുന്ന് ചീറ്റപ്പുലിയെ പോലെ കയറിപ്പോയവളല്ലേ നീ? അവൾ ആ മുറിയിലേക്ക് കയറി വന്ന് 5 മിനിറ്റായി കാണില്ല. അപ്പോഴേക്കും ദാ പത്തിയും താഴ്ത്തി പുലി പൂച്ചയായി ഇറങ്ങി വന്നേക്കുന്നു. എന്തടി കാര്യം? ഊർമിള അനന്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. പക്ഷെ ആ മറുപടി ഊർമിളയ്ക്ക് അത്ര തൃപ്തിയായിരുന്നില്ല. സത്യം പറ പെണ്ണെ, നീ വലത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഊർമിള എടുത്ത് വായിക്കത് ചോദിച്ചതും അനന്യ ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ദേ അമ്മേ, ആവശ്യമില്ലാത്തത് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. മനഃപൂർവ്വം ഊർമിളയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അനന്യ തിടുക്കപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴും ഊർമിള കാര്യം മനസ്സിലാവാതെ അതേ നിൽക്കുകയാണ്. ആരോഗ്യ മുറിയിലേക്ക് കയറി വരുമ്പോൾ അക്ഷയ് പെട്ടെന്ന് എന്തോ കോൾ വന്ന് സംസാരിക്കാനായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. മുറിയുടെ വാതിൽ ചേർത്തടിച്ചുകൊണ്ട് ആരോഹി തോളിലേക്ക് കുത്തിച്ചേർത്ത സാരിയുടെ പിന്നഴിച്ചു മാറ്റുന്നതിനിടയിലാണ് അക്ഷത് അകത്തേക്ക് കയറി വന്നത്. പെട്ടെന്ന് അവന്റെ കൈകൾ വന്ന് അവളെ ഇറുക്കിപ്പുണർന്നു. അവന്റെ വിരലുകൾ അവളുടെ വയറിൽ കളം വരച്ചു തുടങ്ങി. സത്യം പറയടോ, താൻ എന്തു പറഞ്ഞ അനന്യെ കൺവിൻസ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നത്? അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതോരം ചോദിച്ചതും ആരോഗ്യം ഒന്ന് കുതിരിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. ഏയ്, അതൊന്നുമല്ല. ഞാൻ അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കേട്ടപ്പോൾ അവൾക്കും തോന്നി എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന്. ആരോഗ്യ അല്പം സീരിയസ് ആയി പറഞ്ഞു. പിന്നെ അനന്യയുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും താൻ അവളെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. സത്യം പറയടോ, താൻ എന്താ അവളുടെ അടുത്ത് പറഞ്ഞേ? തൽക്കാലം പറയാൻ മനസ്സില്ല. അവൾ അവനെ ചിരിയോടെ തള്ളി മാറ്റിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അവളുടെ ആ പോക്ക് നോക്കി ഒരു ചിരിയോടെ നിന്നു അക്ഷി. അവന് പ്രത്യേകിച്ചൊന്നും തോന്നാത്തതിനാൽ അവൻ പിന്നീട് അതിനെപ്പറ്റിയൊന്നും അവളോട് കൂടുതലായി ചിക്കിച്ചികഞ്ഞ് ചോദിക്കാനും നിന്നില്ല. ഊർമിള അപ്പോഴും താഴെ ആലോചനകളിൽ മുഴുകി തന്നെ നിൽക്കുകയാണ്. ഊർമിള, ആനന്ദിന്റെ ശബ്ദം ഹോളിൽ നിന്നു കേട്ടതും ഊർമിള അവിടേക്ക് ചെന്നു. എന്താ ആനന്ദേട്ടാ? കഴിക്കാൻ എടുക്കണോ? വല്ലാത്ത ക്ഷീണം. ആഹാരം കഴിച്ചിട്ടൊന്ന് കിടക്കണം. ശരി ആനന്ദേട്ടാ, പറഞ്ഞുകൊണ്ട് ഊർമിള ധൃതിയിൽ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ നിന്ന് സെർവന്റിനോട് ഭക്ഷണം എത്രയും പെട്ടെന്ന് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അവർ മുന്നേ നടന്നു. അപ്പോഴേക്കും തന്നെ അക്ഷയും ആരോഹിയും അനന്യയും അല്ലിയും എല്ലാവരും ആഹാരം കഴിക്കാനായി താഴേക്ക് വന്നു. അല്പം മുൻപ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് എല്ലാവരും പരസ്പരം പെരുമാറിയത്. ആരോഹിക്കും അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, അനന്യ ചെയ്ത തെറ്റിന് ക്ഷമയും പറഞ്ഞതാണല്ലോ. ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം തിരികെ മുറിയിൽ വന്ന് അക്ഷതിന്റെ നെഞ്ചിൽ
പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ആരോഹി. അച്ചോട്ടാ, എന്താടോ? നാളെ മുതലേ ഞാനും ഓഫീസിലേക്ക് വരട്ടെ? അതെന്തു പറ്റി? തനിക്ക് ഈ വീട് ഇത്ര പെട്ടെന്ന് ബോറടിച്ചോ? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. ഇത്രയും ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ജോലികളിൽ എൻഗേജ്ഡ് ആയിരുന്നിട്ട് പെട്ടെന്നൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. അതിനെന്താ, താൻ വന്നു തുടങ്ങിക്കോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞതേ. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. താൻ ഈ വീടും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒന്ന് പരിചയത്തിലാവട്ടെ എന്ന് കരുതിയിട്ടാവും. അച്ചോട്ടൻ അമ്മയോടൊന്ന് സംസാരിക്കുമോ? എടാ, ഞാൻ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ നമ്മൾ ജസ്റ്റ് റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞാൽ മതി. ആണോ? ആരോഹി സന്തോഷത്തോടെ അവന്റെ നെഞ്ചിൽ നിന്ന് മുക്കുയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ. അതുകൂടി കേട്ടതോടെ ആരോഹിക്ക് സന്തോഷമായി. ഊർമിള അക്ഷയും ആരോഹിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ചു നാളെങ്കിലും ആരോഹി വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ അവരുടെ ആ ശ്രമം ഫലം കണ്ടില്ലെന്ന് വേണം പറയാന്. പിറ്റേന്ന് അക്ഷയ്ക്കൊപ്പം ഓഫീസിലേക്ക് പോകേണ്ടതുകൊണ്ട് ആരോഹി അതിരാവിലെ എണീറ്റു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് താഴെ പോയി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവൾ ബാൽക്കണിയിൽ നിന്ന് മെല്ലെ അത് സിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് അക്ഷയ് ഉണർന്നെഴുന്നേറ്റത്. ആഹാ, താൻ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ഏയ്, ഇന്ന് കുറച്ചു നാൾ കൂടി ഓഫീസിൽ പോവല്ലേ, അതുകൊണ്ട് എനിക്കെന്തോ അധിക നേരം കിടന്ന് ഉറങ്ങാൻ തോന്നിയില്ല. എങ്കിൽ പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് വീടിന്റെ ഏറ്റവും മുകളിലെ ഫ്ലോറിൽ അക്ഷയ് തനിക്കായി ക്രമീകരിച്ചിരിക്കുന്ന ജിമ്മിലേക്ക് പോയി. ആരോഹി ഓഫീസിൽ പോകുമ്പോൾ ഇടാനായി ഒരു സാരിയൊക്കെ അയൺ ചെയ്ത് വെച്ചു. ശേഷം ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നു. പതിവില്ലാത്ത കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവളെ അടിമുടി ഒന്ന് നോക്കി ഊർമിള. അവൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന ശേഷം 7 മണിയായപ്പോഴേക്കും തിരികെ വീണ്ടും മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും അക്ഷിത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവൻ വേഗം കുളിച്ച് ഫ്രഷായി വന്നു. റെഡിയാകാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ ആരോഹിയും നല്ല ഭംഗിയുള്ള ഒരു സാരി ഞൊറിഞ്ഞെടുത്ത് മുടിയൊക്കെ മെടഞ്ഞിട്ട് അവളുടെ ബാഗും മറ്റുമായി താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വരുന്ന ആരോഹിയെ കണ്ടതും ഊർമിളയുടെ കണ്ണുകളിൽ എന്തൊക്കെയോ സംശയം നിഴലിച്ചു. അപ്പോഴാണ് അവൾക്ക് പിന്നാലെ അക്ഷിതും താഴേക്ക് ഇറങ്ങി വരുന്നത് ഊർമിളയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മോൾ എവിടേക്ക് ഇത്ര രാവിലെ തന്നെ? വീട്ടിലേക്കോ മറ്റോ പോവാണോ? ഊർമിള ആരോഗ്യോട് ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ഏയ്, വീട്ടിലേക്കൊന്നും പോവല്ലമ്മേ. ഇന്നലെയല്ലേ വീട്ടിൽ നിന്ന് മടങ്ങി ഇങ്ങോട്ട് എത്തിയത്. ഞാൻ കരുതി വെറുതെ ഇരുന്നിവിടെ ബോറടിക്കുന്നതിലും നല്ലത് അച്ചേട്ടനോടൊപ്പം ഓഫീസിൽ പോകുന്നതാണെന്ന്. അതാകുമ്പോൾ ജോലിയെങ്കിലും നടക്കൂലോ. ആരോഹി പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിന്റെ ചെയർ വലിച്ചിട്ട് ആഹാരം കഴിക്കാനിരുന്നു. ഊർമിളയ്ക്ക് അത് അത്ര പിടിച്ചില്ലെങ്കിലും അവർ സന്തോഷത്തോടെ തന്നെ നിന്നു. അതേ മോളെ, അതാ നല്ലത്. വെറുതെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് എന്തിനാ? പറഞ്ഞുകൊണ്ടവർ അക്ഷയ്ക്ക് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്തു വെച്ച് ആഹാരം വിളമ്പിക്കൊടുത്തു. ആരോഗ്യ അപ്പോഴേക്കും ഇടം കണ്ടിട്ട് അക്ഷയെ നോക്കിയതും അവനവളെ കണ്ണ് ചിമ്മി കാണിച്ചു. ഊർമിളയ്ക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും വല്ലാത്തൊരു തരം ദേഷ്യം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ആരെയാണോ താൻ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് അവരിപ്പോ താൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്താണെന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും ആനന്ദിനോടും ഊർമിളയോടും അല്ലിയോടും അന്യയോടും ഒക്കെ യാത്ര പറഞ്ഞ് അക്ഷിതും ആരോഹിയും ഓഫീസിലേക്ക് പോവാനായി ഇറങ്ങി. അവരെ യാത്രയാക്കാനായി അവർ 4 പേരും വീട്ടുമുറ്റം വരെ ഇറങ്ങിച്ചെന്നു. ആ കാറ് കണ്ണിൽ നിന്നകന്നതും ആനന്ദനും അല്ലിയോ അകത്തേക്ക് കയറിപ്പോയി. അനന്യയുടെ കണ്ണിൽ പക നിറഞ്ഞു. അവൾ കുടിലതയോടെ ഊർമിളയുടെ മുഖത്തേക്ക് നോക്കി. അമ്മേ, അവളങ്ങ് അമ്മയെ സൈഡാക്കി കളഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു അമ്മയുടെ പ്ലാനുകള്? ഇപ്പൊ നോക്ക്, എല്ലാം നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. അവൾ വാ പൊത്തി ചിരിച്ചതും ഊർമിളയ്ക്ക് തന്റെ ആത്മാഭിമാനത്തിന് അടിയേറ്റതുപോലെ തോന്നിപ്പോയി. മുഷ്ടി ചുരുട്ടി പിടിച്ച് മനസ്സിൽ ചില കണക്കുകൂട്ടലുകളോടെ അവർ ആ മുറ്റത്ത് തന്നെ നിന്നു. തുടരും. നമ്മുടെ ആരോഹി മിടുക്കിയല്ലേ? കഥ ഇഷ്ടാവുന്നുണ്ടോ? കഥ ഇഷ്ടായെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ. ഒപ്പം കഥയ്ക്ക് കമൻറ്റും ലൈക്കും ഒക്കെ തരണേ. നിങ്ങളെയൊക്കെ പോലെ കഥ ഇഷ്ടാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.